വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓൾ ഇൻ വൺ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോളൂ. പായസം തയ്യാറാക്കാനായി ആദ്യം തന്നെ ഈ ചെറുപയർ പരിപ്പൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് പാൻ വെച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് 2 ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അതിനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി തീയെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ മഞ്ഞ കളർ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ എത്തുന്നത് വരെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കരിയാനായിട്ട് പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുപയർ പരിപ്പ് ആദ്യമേ കഴുകേണ്ട ആവശ്യമില്ല, നല്ലതുപോലെ വറുത്തെടുത്തതിന് ശേഷമാണ് കഴുകിയെടുക്കുക. അപ്പോൾ ചെറുപയർ പരിപ്പ് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇത് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. അധികം നേരം ചൂടാക്കിയ പാത്രത്തിൽ വെക്കാനായിട്ട് പാടില്ല, അതിൽ ചൂട് തട്ടി കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് ഈ പരിപ്പിനെ മാറ്റുന്നു. ഇനി ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ 2 to 3 ടൈംസ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ചെറുപയർ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കറിലേക്ക് പരിപ്പിട്ട് കൊടുക്കുന്നു. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒറ്റ വിസിലാണ് കേട്ടോ കുക്കറിൽ കൊടുക്കുന്നുള്ളൂ, ചെറിയ പരിപ്പായതുകൊണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പ്രഷർ ഒന്ന് സെറ്റ് ആവുന്നത് വരെ 15 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് എന്നിങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 തേങ്ങ മുഴുവനും ചിരകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ പേസ്റ്റ് രൂപത്തിലാവണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി. ഇനി നമ്മൾ അരച്ചതിനെ നല്ലതുപോലെ ഒന്ന് പിരിഞ്ഞ് ഇവിടെ 1-ാം പാലും അതുപോലെ തന്നെ 2-ാം പാലും ഇതിലേക്കുള്ള 3-ാം പാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് 1-ാം പാല്, 1 കപ്പ് 2-ാം പാല്, 2 കപ്പ് 3-ാം പാല് എന്നിങ്ങനെയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. അപ്പോൾ പായസം തയ്യാറാക്കാനായിട്ടുള്ള ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിന് പകരമായിട്ടാണ് 2-ാം പാലും 3-ാം പാലും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ചോട് ചേർത്ത് വേണം ഇളക്കാനായിട്ട്, കാരണം അടി കരിയാണ്ട് നോക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു തിളയൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരോ കഷ്ണങ്ങളായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ശർക്കര ആഡ് ചെയ്യുമ്പോൾ ഉരുക്കിയതിന് ശേഷം ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഞാനിവിടെ ഡയറക്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല, സൗകര്യം എങ്ങനെയാണ് അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശർക്കര ഉരുകുന്നതിനനുസരിച്ച് പായസത്തിൻ്റെ കളറ് മാറി മാറി വരുന്നുണ്ട്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ശർക്കര ഫുള്ള് ഉരുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിക്കായിട്ടുള്ള 1-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഒരു 2 മിനിറ്റ് തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. എല്ലാം ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിൽ ചൂടാക്കി എടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ കരിയാണ്ട് ശ്രദ്ധിക്കണം. ഒരു ബ്രൗൺ കളറ് എത്തുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നു. അതും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അവസാനം ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക, ചുക്ക്, ജീരകം എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും കുടിക്കാൻ കൊതിക്കുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.